രക്ഷിതാവേ, ഞാൻ ഇന്നിവിടെ പങ്കുവെക്കുന്നത് എൻ്റെ അവധിക്കാലത്തെ കുറിച്ചാണ്. അവധിക്കാലം എത്ര രസകരമാണെന്നോ. സ്കൂളിലെ പഠിത്തത്തിൻ്റെ വിരസതയിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് അവധിക്കാലം. രാവിലെ പല്ലുതേപ്പും കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞാൽ കുറച്ചു നേരം പഠിക്കണം. സ്കൂളിലെ പാഠങ്ങൾ മറന്നു പോകാതിരിക്കാനാണെന്നാണ് അമ്മ പറയുന്നത്. അത് കഴിഞ്ഞാലുടനെ ആരും അറിയാതെ അമ്മയുടെ മൊബൈൽ ഓടിച്ചെന്നെടുക്കും. കുറച്ച് ഗെയിം കളിക്കാമെന്ന് കരുതുമ്പോഴേക്കും അമ്മമ്മ വരും. പിന്നെ കഥ പറയലായി, കഥ വായിച്ചു തരലായി. എന്തു രസമാണെന്നോ. പിന്നെ ചെസ്സും പാമ്പും കോണിയുമൊക്കെ കളിക്കാൻ ചേട്ടനും ഞങ്ങളോടൊത്ത് കൂടും. അങ്ങനെ ഫോണിൻ്റെ കാര്യം തന്നെ ഞാൻ അറിയാതെ മറന്നുപോകും. അല്ലെങ്കിലും ഫോൺ കൂടുതൽ ഉപയോഗിക്കുന്നത് നന്നല്ല എന്നാണ് അമ്മമ്മ പറയുന്നത്. ഇതൊക്കെ മടുക്കുമ്പോഴോ ഞാൻ എൻ്റെ സ്വന്തം പണി തുടങ്ങും. A4 എടുത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയോ കുത്തി വരക്കുകയോ ചെയ്യും. മൃഗങ്ങളെപ്പോലെ ഓടിച്ചാടാനും പക്ഷികളെപ്പോലെ പറക്കാനും മീനുകളെപ്പോലെ നീന്തി കളിക്കാനും എന്തിഷ്ടമാണെന്നോ. പക്ഷെ ഒരു ചെറിയ സങ്കടമുണ്ട്. സ്കൂളിലെ എൻ്റെ കൂട്ടുകാരില്ല. അവരോടൊത്തു കൂടെ കളിക്കാനും തല്ലുകൂടാനും പറ്റുന്നില്ല. എൻ്റെ സങ്കടം ഞാൻ എൻ്റെ ഉമ്മയോടും ഉപ്പയോടും പറഞ്ഞു. അപ്പോൾ ചുറ്റുപാടുമുള്ള വീടുകളിലെ അമ്മമാരൊക്കെ ഒന്നിച്ചു ചേർന്ന് ഒരു തീരുമാനമെടുത്തു. എന്നെപ്പോലെ ഒറ്റക്ക് പുറത്തു പോകാൻ കഴിയാത്ത കുട്ടികളെയും കൂട്ടി വൈകുന്നേരം അംഗനവാടി മുറ്റത്തെത്തി. പണ്ടവർ കളിച്ചിരുന്ന കളികൾ ഞങ്ങളെ പഠിപ്പിച്ചു. ഒറ്റക്കാലിൽ ചാട്ടം, ഓടിത്തൊടൽ, ഒളിച്ചേ കണ്ടേ, കുളം കര. കളിച്ചു കളിച്ച് സമയം പോകുന്നത് അറിയില്ല കൂട്ടുകാരെ. വീട്ടിൽ തന്നെ നിന്നും മടുത്തപ്പോൾ ഞങ്ങൾ ഒരു ദിവസം പൂരം കാണാൻ പോയി. എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അന്ന് അച്ഛൻ വാങ്ങിയ പോപ്കോൺ ആണ് നല്ലതെന്ന് ഞാൻ പറയും. അവധിക്കാലം ഉല്ലാസപ്രദമാകാൻ ഞങ്ങൾ പലയിടങ്ങളിലും ടൂർ പോയി. കടൽക്കരയിൽ, മൃഗശാലയിൽ, വീഗാലാൻഡിൽ, ഊട്ടിയിൽ. അതെല്ലാം നല്ല അനുഭവങ്ങളാണ്. കടലിൻ്റെ തീരത്ത് തിരയോടുത്ത് കളിച്ചപ്പോൾ കാലു തെന്നി വീണത് എങ്ങനെ മറക്കാനാ. അമ്മ കരഞ്ഞതും ചേച്ചി ഒച്ചയിട്ടതും അച്ഛൻ വന്ന് കോരിയെടുത്തതും ഒരുമിച്ചായിരുന്നു. കുറേയേറെയുണ്ട് പറയാൻ. എല്ലാം പറയാൻ സമയമില്ലാഞ്ഞിട്ടാണ്. നല്ല ഭക്ഷണം, നല്ല വ്യായാമം, നല്ല പഠനം, നല്ല ഉല്ലാസം, നല്ല ഉറക്കം, എല്ലാം നല്ല കാര്യങ്ങൾ. പഠിക്കേണ്ടതൊക്കെ അറിയാതെ പഠിച്ചു. കളികളിലൂടെ, യാത്രയിലൂടെ എന്തെല്ലാം അറിവുകളാണ് കിട്ടിയതെന്നോ. വീട്ടുകാർക്കെല്ലാവർക്കും എന്നോടത്ര വാത്സല്യമാണ്, സ്നേഹമാണ്. അവധിക്കാലം എനിക്കേറെ ഉന്മേഷപ്രദമായിരുന്നു. നിങ്ങൾക്കോ? നിങ്ങൾക്കും അവധിക്കാലം ഉല്ലാസവും ഉന്മേഷവും നൽകിയിട്ടുണ്ടാകുമായിരിക്കും എന്ന വിശ്വാസത്തോടെ ഞാൻ നിർത്തട്ടെ. എല്ലാവർക്കും നമസ്കാരം.